സോ ഗൈസ്, അപ്പോൾ ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ വേണ്ടി നാട്ടിൽ പോവാണ്. എല്ലാം റെഡിയായി, ബോക്സൊക്കെ പാക്ക് ചെയ്ത് ഇനി ഒരു നീണ്ട റോഡ് ട്രിപ്പൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എയർപോർട്ടാണ്. ഇത്തവണ നമ്മൾ ഷാർജ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. ഞാനും എൻ്റെ സഖാവും കൂടിയാണ് ഞങ്ങളും എയർപോർട്ടിൽ വന്നിരിക്കുന്നത് ഗൈസ്. ഇവളെന്തോ ഈ വലിച്ചു മുടിച്ചു അവൾക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. എന്തിനാ എന്തോ ചുമ്മാ ഞാൻ ഉറക്കണീറ്റതേ ഉള്ളൂ. ഉറക്കത്തിൽ തന്നെ വലിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അതൊന്നല്ല ഗൈസ്, എൻ്റെ കാലെ വീണ് കരയൊക്കെ ചെയ്ത് അവള് പോവാതിരിക്കുന്നതിന് എന്തോ ചെയ്യണം, ഞാൻ എന്ത് തന്നാലാ നിനക്കൊന്ന് പോവാതിരിക്കാൻ പറ്റാന്നൊക്കെ എന്നോട് ചോദിച്ചു കളഞ്ഞ്. ഹെസ ബേബിയെ കാണിച്ചു തരാം. 1B ആണ്, ഇവിടെ അടുത്താണ്. ഇവിടെ ഫുള്ള് ചോക്ലേറ്റ്സ് ആണ്. ഹെസ ബേബി നോക്കി നിൽക്കണം. ഹെസിലിൻ അവിടെ പലതും കാണുന്നുണ്ട്. പോവാ ഇവിടുന്ന്, സ്ഥലം കാലിയാക്കാം. സക്സസ്ഫുള്ളി നമ്മളകത്ത് കയറിയിട്ടുണ്ട്. ബാഗേജൊക്കെ എക്സസ് ആയിരുന്നു. എന്നിട്ടും ഇവിടെ മുന്നേ വർക്ക് ചെയ്ത പരിചയം വെച്ച് ഗൈസ് ഞങ്ങൾക്ക് 7 കിലോ കൂടുതലുണ്ടായിരുന്നു. ബട്ട് ഇവിടെ മുന്നേ വർക്ക് ചെയ്ത പരിചയം വെച്ച് ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ആ ഒരു പരിചയം വെച്ചിട്ട് ഞങ്ങൾ ആ 7 കിലോയും കൊണ്ട് അകത്ത് വന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പാസ്പോർട്ട് ഓക്കെ ഡ്യൂട്ടി ഫ്രീയിലാണുള്ളത്. അങ്ങനെ ഗൈസ് ഞങ്ങളിവിടെ ചെക്ക് ഇൻ കൗണ്ടറിൽ എല്ലാം കഴിഞ്ഞു. എമിഗ്രേഷനും കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഗേറ്റിലെത്തിയിട്ടുണ്ട് അല്ലേ. നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹെസ ബേബി എഗ്ഗ് കഴിക്കുകയാണ് ഗൈസ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹെസ്ലിൻ വെയിറ്റ് താങ്ക് യു. കണ്ടാ പറയൂങ്കിലും ഞാൻ പറയുന്നുണ്ടല്ല ഗൈസ്, മറുപടി ഹലോ, എവിടെ കാറ്? ഹായ് പറ. ഇപ്പൊ എന്താ പറഞ്ഞേ? ഓട്ടോറിക്ഷയില് ഹെസബേബിനെ KSRTC ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ നമുക്ക് കയറ്റി കൊണ്ടുപോകാം. ഹെസ്ലിൻ ഹെസ ബേബി ബസ്സിൽ കയറി. ഇതെന്താണ്? ബസ് എവിടെ? ബസ്. ഇതെന്താണ്? ബസ്. ഹെസ ബേബി ഫസ്റ്റ് ടൈം ആണ് ഗൈസ്. ഹെസ ബേബി ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഹായ് പറയാം. മടികളെല്ലാം കയറേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വിചാരം. സോ ഗൈസ് ഞങ്ങള് ട്രിവാൻഡ്രം പോവാണ്. അതെ, ഇപ്പോൾ എക്സൈറ്റഡ് ആണ് കേട്ടോ. അതെ, വളരെ ഹാപ്പിയാണ്. ഞങ്ങള് നാട്ടിൽ കുറേ പരിപാടി ഉണ്ട്. ഞങ്ങൾക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാണ്ട്, കുറേ വീഡിയോസ് വരാണ്ട് ഗൈസ്. സോ സ്റ്റേ ട്യൂൺ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ്. ഷാർജ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ബസ്സിലൊക്കെ പോകണം അങ്ങോട്ട് എത്താൻ അല്ലേ? ഇക്കൊല്ലം ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്ത ഞാനൊക്കെ ദുബായ് എയർപോർട്ടിലുണ്ടോ വർക്ക് ചെയ്തത്. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ദുബായ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്തത്. ഇക്കുമൊക്കെ ഷാർജ എയർപോർട്ടിൽ തല്ലിപ്പൊളി എയർപോർട്ടിലാണ് വർക്ക് ചെയ്തത്. ഇതല്ലേ പ്ലെയിന് പോകുന്ന പ്ലെയിന് പോണോക്കാം പറക്കൂലേ? പ്ലെയിനെ ഓ
ഫ്ലൈറ്റിൽ പോവാ, ഫ്ലൈറ്റിൽ പോവാം. ആദ്യമായിട്ടാണ് guys ഞങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിലൊക്കെ പോകുന്നത്. അത് പറയണ്ട വീഡിയോയിൽ. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ടോട്ടലി after 4 hours journey. അതെന്താണ് ഈ 4.25 minutes? No idea. 4 hour and 25 minutes. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. നമ്മുടെ ലഗേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? All safe. ഓൾ സേഫ്, അൽഹംദുലില്ലാ എല്ലാം സേഫാണ്. അപ്പോൾ ഇപ്പോൾ ഈ ട്രോളി എന്തിക്കോട്ടെ, കാരണം ഇതെല്ലാം നമുക്ക് ലഗേജിലാണ് കേട്ടോ വന്നത്. പിന്നെ ഉള്ളത് ഈ സാധനമാണ്, അത് ലഗേജിലാണ് വന്നത്. നമുക്ക് പുറത്തൊക്കെ പോവാം. പുറത്തൊക്കെ വെക്കോ? ഉമ്മച്ചി എവിടെ ബേബി? വ്യത്യാസമുണ്ടോ? പോവാ അതില വീട്ടിലോട്ടാണ് പോകുന്നത്. ഇതിൽ തിക്കി തിരക്കിയിട്ട് സ്ഥലമില്ല ഗൈസ്. ഒരു വലിയ വണ്ടി വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. ഗുഡ് ബൈ. നിക്കോ. Guys, look at the time. It's nearly 1 o'clock. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയ വരവാണ്. എന്താ ചെരുപ്പ് ചെരുപ്പ് വരെ ഊരി ഇറങ്ങി. എങ്ങനെ വന്നാളോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരം രാത്രിയായി. നമുക്കിനി ഗേറ്റ് അടയ്ക്കണം. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗേറ്റ് അടയ്ക്കാൻ പേടിയാകുന്നുണ്ട്. സോ സാധനങ്ങളൊക്കെ ഇനി ഇറക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കാം. തളർന്ന എൻ്റെ കുഞ്ഞൊക്കെയാണ്. ഇവിടെ എന്താണ് കാറിൻ്റെ ഉള്ളിൽ കാറും ഷോറൂമോ?